വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക. പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ചു തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വിട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഓർമ്മിക്കുക, ദൈവത്തോടു കൂടി ആയിരുന്നവനും ദൈവം തന്നെ ആയിരുന്നവനും ദൈവത്തോടുള്ള സമാനത നിലനിർത്താതെ മർത്യന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നത് മണ്ണിന്റെ മക്കളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരെയും ചുങ്കക്കാരനെന്നോ പാപിയെന്നോ വ്യഭിചാരിയെന്നോ കൊലപാതകിയെന്നോ കുഷ്ഠരോഗിയെന്നോ മദ്യപാനിയെന്നോ വേർതിരിക്കാതെ അവൻ എല്ലാവരെയും കണക്കില്ലാതെ സ്നേഹിച്ചു. പക്ഷേ ക്രിസ്തു ആരെയാണ് കൂടുതൽ സ്നേഹിച്ചത്? അവനെ തള്ളിപ്പറഞ്ഞവർ, അന്യായ വിധിക്ക് അവനെ അർഹരാക്കിയവർ, ചമ്മട്ടി കൊണ്ടടിച്ച് മുൾമുടി ധരിപ്പിച്ചവർ, മനുഷ്യനെന്ന പരിഗണന പോലും നൽകാതെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയവർ, മരക്കുരിശ് അവന്റെ തോളിലേറ്റിയവർ, ദാക്ഷിണ്യമൊട്ടുമില്ലാതെ ഇരുമ്പാണികൾ കൈകാലുകളിൽ അടിച്ചിറക്കിയവർ, അവന്റെ വിലാപ്പുറത്ത് മുറിവേൽപ്പിച്ചവർ, ഇവരെയൊക്കെയാണ് ക്രിസ്തു അധികമായി സ്നേഹിച്ചത്. കാരണം ഇവരോടാണ് മനുഷ്യപുത്രൻ അധികം ക്ഷമിച്ചത്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന പ്രാർത്ഥനയുടെ ചുരുളഴിയുമ്പോൾ വ്യക്തമാകുന്ന സത്യമിതാണ്. അല്പം ക്ഷമിക്കുന്നവനെ അല്പം സ്നേഹിക്കുന്നുവെന്നും അധികം ക്ഷമിക്കുന്നവനെ അധികം സ്നേഹിക്കുന്നുവെന്നും. ക്രിസ്തു കാണിച്ച വലിയ ഔദാര്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കുറവുകൾ എങ്ങനെ തിരുത്തുവാനും പരിഹരിക്കുവാനും സാധിക്കുമെന്ന് ചിന്തിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എൻ സ്നേഹനിധിയാം യേശുനാഥ, ഹൃത്തിലേക്കു നീ വരേണമേ. എൻ സ്നേഹനിധിയാം യേശുനാഥ, ഹൃത്തിലേക്കു നീ വരേണമേ. അയോഗ്യനായി ഞാൻ നിന്റെ മുൻപിൽ വന്നിടുന്നു തമ്പുരാനെ. പാപിയാമെൻ ജീവിതത്തിൽ നീ നിറഞ്ഞിടണേ. അയോഗ്യനായി ഞാൻ നിന്റെ മുൻപിൽ വന്നിടുന്നു തമ്പുരാനെ. പാപിയാമെൻ ജീവിതത്തിൽ നീ നിറഞ്ഞിടണേ. കാരുണ്യവാനാകും എൻ്റെ ദൈവമേ, യേശുവേ നീ വരൂ, സ്നേഹമായി നീ നിറയൂ. എൻ മനതാരിൽ ജീവനായി ജീവജലത്തിൻ നരുവിയായി സ്വർഗീയ മന്നയായി നീയണഞ്ഞിടൂ. സ്വർഗീയ മന്നയായി നീയണഞ്ഞിടൂ.
വീഞ്ഞാക്കി മാറ്റി നീ കടലിനു മീതെ നടന്നവനെ, കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി നീ കടലിനു മീതെ നടന്നവനെ, കുറവുള്ള മനുഷ്യനെ തേടി നടന്നു നീ കുരിശിൽ മനുജന്റെ പാപം പോക്കി. കുറവുള്ള മനുഷ്യനെ തേടി നടന്നു നീ കുരിശിൽ മനുജന്റെ പാപം പോക്കി. യേശുവേ നീ വരൂ, സ്നേഹമായി നീ നിറയൂ, എൻ മനതാരിൽ ജീവനായി ജീവജലത്തിൻ നരുവിയായി, സ്വർഗീയ മന്നയായി നീയണഞ്ഞിടൂ, സ്വർഗീയ മന്നയായി നീയണഞ്ഞിടൂ. ബധിരനു നാദമായി, അന്ധനു കാഴ്ചയായി, സൗഖ്യമായി മാറോടണച്ചവനെ, ബധിരനു നാദമായി, അന്ധനു കാഴ്ചയായി, സൗഖ്യമായി മാറോടണച്ചവനെ, സ്നേഹത്തിൻ മാതൃക പാരിനു നൽകി ബലിയായി മാറിയ ദൈവപുത്ര, സ്നേഹത്തിൻ മാതൃക പാരിനു നൽകി ബലിയായി മാറിയ ദൈവപുത്ര, എൻ സ്നേഹനിധിയാമേശുനാഥ കൃത്തിലേക്കു നീ വരേണമേ. അയോഗ്യനായി ഞാൻ നിന്റെ മുൻപിൽ വന്നിടുന്നു തമ്പുരാനെ, പാപിയാമെൻ ജീവിതത്തിൽ നീ നിറഞ്ഞിടണേ, കാരുണ്യവാനാകും എൻ്റെ ദൈവമേ. യേശുവേ നീ വരൂ, സ്നേഹമായി നീ നിറയൂ, എൻ മനതാരിൽ ജീവനായി ജീവജലത്തിൻ നരുവിയായി, സ്വർഗീയ മന്നയായി നീയണഞ്ഞിടൂ, സ്വർഗീയ മന്നയായി നീയണഞ്ഞിടൂ.